ക്ലാസ് 7 ഫൈൻഡിങ് ദ അൺനോൺ. ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 5x + 7 = 2 അല്ലേ. ഇതിൽ 5 എന്ന് പറയുന്ന നമ്പറാണ് കോഎഫിഷ്യൻറ്റ്. എന്താണ് കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഒരു വേരിയബിളിൻ്റെ കൂടെ ചേർന്ന് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് നമ്പർ ആവാം, പോസിറ്റീവ് നമ്പർ ആവാം, ഇൻറ്റിജർ ആവാം, ദെൻ ഫ്രാക്ഷൻ ആവാം, ഡെസിമൽ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം ഈ നമ്പർ. ഓക്കെ, ഒരു വേരിയബിളിൻ്റെ കൂടെ ചേർന്ന് വരുന്ന നമ്പറിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വേരിയബിൾ, അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കൂടെ ഒരു നമ്പറും തന്നിട്ടില്ലെങ്കിൽ അവിടെ 1 ആയിരിക്കും കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1x എന്നായിരിക്കും വരിക. ഇനി എന്താണ് വേരിയബിൾസ്? വേരിയബിൾ മീൻസ് ഇറ്റ് ഈസ് എ ലെറ്റർ ദാറ്റ് റെപ്രസെൻ്റ് ആൻ അൺനോൺ നമ്പർ. അതായത് ഇറ്റ് ഈസ് നോട്ട് എ ഫിക്സ്ഡ് നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സ്ഡ് നമ്പർ ആയിരിക്കില്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സ്മോൾ ലെറ്ററിലാണ് വേരിയബിൾസ് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുക. എക്സ് മാത്രമല്ല, വൈ, സെഡ്, എ ലെറ്റേഴ്സ് ആണോ വരുന്നത്, അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. എ, ബി, സെഡ്, സി, അങ്ങനെ എല്ലാ ലെറ്റേഴ്സും നമുക്ക് വേരിയബിൾസ് ആയിട്ട് വരാം. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്, വൈ ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്. വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ എ, ബി, സി എന്നുള്ള ലെറ്റേഴ്സൊക്കെ വരും. ഓക്കെ, ഇനി 7, 2 രണ്ട് നമ്പേഴ്സാണ് കോൺസ്റ്റൻറ്റ്. ഇത് ഒരിക്കലും കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറും ഒരിക്കലും ചേഞ്ച് ആവില്ല. ചേഞ്ച് ആവാത്ത നമ്പേഴ്സിനെയാണ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫിക്സ്ഡ് നമ്പർ. എക്സ്പ്രഷൻ ഇവിടെ നോക്കൂ, 5x + 7 എന്ന് പറയുന്നതിനെ എക്സ്പ്രഷൻ എന്നാണ് പറയുക. 5x + 7 എന്നത് ഒരു എക്സ്പ്രഷനാണ്. 2 എന്ന് പറയുന്നതും ഒരു എക്സ്പ്രഷനാണ്. ഓക്കെ, ഇവിടെ ഇടയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഈക്വൽ സൈൻ. ഈ എല്ലാ എക്സ്പ്രഷനും ചേരുന്നതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു 4 പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കാനായി പറഞ്ഞു തരാം. ഒന്നാമത്തെ പോയിൻ്റ്, അതായത് ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. എപ്പോഴും ഏതെങ്കിലും ഒരു സൈഡ് എപ്പോഴും ഒരു വേരിയബിൾ എന്തായാലും ഉണ്ടായിരിക്കും. സെക്കൻഡ് പോയിൻറ്റ്, LHS = RHS. എപ്പോഴും സെക്കൻഡ് പോയിൻ്റ് ഇതാണ്, LHS = RHS. നമുക്കറിയാം ഈ സൈഡുള്ളതിന് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടുവിന് ശേഷം ഇവിടെയും ഉള്ളതിന് ഒരു എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത് അല്ലേ. എക്സ്പ്രഷന് ഒരിക്കലും ഈക്വാലിറ്റി സൈൻ ഉണ്ടാവില്ല, ബട്ട് the equation have an equality sign. Okay, expression does not have equality sign, but equation must have equal sign. Okay, if position interchange ചെയ്താലും there is no change in the equation. ഓക്കെ, അതായത് 5x + 7 = 2 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ 2 = 5x + 7 എന്ന് എഴുതിയാലും സെയിം ആണ്. പൊസിഷൻ മാറിയാലും അതിൻ്റെ ഇക്വേഷനിൽ ഒരു മാറ്റവുമില്ല. സോ ഇതാണ് ഇക്വേഷനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ പോയിൻറ്റ്സ് ഒന്നുകൂടി പറയാം. വൺ ഓഫ് ദ എക്സ്പ്രഷൻ മസ്റ്റ് ഹാവ് എ വേരിയബിൾ, ആൻഡ് സെക്കൻഡ് പോയിൻറ്റ് LHS = RHS, ആൻഡ് തേർഡ് പോയിൻറ്റ് എക്സ്പ്രഷൻ ഡസ് നോട്ട് ഹാവ് ഈക്വാലിറ്റി സൈൻ, but equation have equal sign. If position interchange, equation always remain same. So these are the important points all about the equation. Okay, so എളുപ്പത്തിൽ ഒരു ഇക്വേഷനെ കുറിച്ച് അറിയണമെങ്കിൽ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം അറിയണം. അതിനാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.